Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഈ റെസിപ്പി ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുമില്ല. പക്ഷേ ഈ റെസിപ്പി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. പക്ഷേ അത് കോട്ടയം സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ കോട്ടയം സ്റ്റൈൽ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വെച്ചതാണ്. അതായത് നമ്മുടെ കെ മണി സർ വന്നപ്പോൾ ഇവിടെ നമ്മൾ വെച്ചതായിരുന്നു. പക്ഷേ അതേപോലെ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. എന്നാൽ ആ കറിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അതുകൊണ്ട് കോട്ടയം സ്റ്റൈൽ മീൻകറി അല്ല ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചെയ്യാൻ പോകുന്ന കറി എന്നാന്ന് വെച്ചാൽ മുളകിട്ട മീൻകറിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുളകിട്ട മീൻകറിയുണ്ട്, മുളകിട്ട ചിക്കൻ കറിയുണ്ട്, എന്നാ പറയുക, എല്ലാം മുളകിട്ടതാണ് എല്ലാവർക്കും ഇപ്പോൾ ആവശ്യം. കാര്യം മൊത്തം അങ്ങ് സ്പൈസി എല്ലാവർക്കും ഇഷ്ടമേ. ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒന്നും ഇല്ലാതെ ഇറച്ചിയും മീനും ഒന്നും തിന്നാൻ കൊള്ളുകയില്ല. അത് ശരിയാ, ടു ബി ഫ്രാങ്ക്, അത് ഉള്ള നേരെ തന്നെ പറയാം. ഇച്ചിരി മീൻ കൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എരിവ് വരണം, എന്നാലേ ആ ടേസ്റ്റ് വരും. അതിൻ്റെ കൂടെ ഇച്ചിരി കപ്പയോ വല്ലതും കിട്ടുവാന്നേൽ പിന്നെ എരിവില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കായിരുന്നാ ഇഷ്ടപ്പെടുന്നത് അല്ലേ. ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് മുളകിട്ട മീൻകറിയാണ്. അതിന് വേണ്ടിയത് കുറച്ച് മീൻ, ഇതിപ്പോൾ 1 കിലോ മീൻ ഉണ്ടാവും. പിന്നെ വേണ്ടിയ കുറച്ച് ചെറിയ ഉള്ളി, കുടംപുളി ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ്. ഇനി ഇതിന് വേണ്ടിയത് കുറച്ച് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഉപ്പ്, കടുക്, പിന്നെ കുറച്ച് ഉലുവ പൊടിച്ച് വെച്ചേക്കുക. പിന്നെ ഇത് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിലാണ്. ഇനി എന്നാ ചെയ്യേണ്ടത്, ഉലുവ പൊടിച്ചു വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് തനി ഉലുവയാന്നേൽ അത് ഇട്ടേച്ചാലും മതി. ഇപ്പോൾ പൊടിച്ചത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അത് ഇടുന്നതേ ഉള്ളേ. ഫസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിനൊരു ഇച്ചിരി എണ്ണ വേണം ഈ മീൻകറിക്ക്. എന്നാന്നോ, എണ്ണ ഇത് വെളിയിൽ വെച്ചിരുന്നാലും ചീത്തയാവുകയില്ല. അതായത് നല്ല എണ്ണ തെളിഞ്ഞ് നിൽക്കുവാന്നേൽ നമ്മൾ അച്ചാറൊക്കെ ഇടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ എണ്ണ തെളിഞ്ഞ് നിൽക്കുവാന്നേൽ മീൻകറിയോ അച്ചാറോ ഒന്നും ചീത്തയാവുകയില്ലെന്നാണ് അമ്മച്ചിമാർ പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പണ്ട് അമ്മച്ചിമാർക്കൊന്നും ഫ്രിഡ്ജില്ലായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നേക്കുന്നത് ഇങ്ങനെയാണ്, ഇച്ചിരി എണ്ണ കൂട്ടിയൊക്കെ ഇടുവാന്നേൽ നമുക്ക് ഇന്ന് തലേന്ന് വെക്കുന്ന മീൻകറി ഉറിയയിൽ അമ്മച്ചിയൊക്കെ ഇട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തിളപ്പിച്ചാൽ നല്ല അസൽ മീൻകറിയാണ്. ഒരു കേട് വരികയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു മീൻകറി വെച്ചാൽ 7 ദിവസത്തേക്കോ 7 പാത്രത്തിലാക്കി വെക്കും. പക്ഷെ അതൊക്കെയല്ല, പിറ്റേ ദിവസത്തേക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ. അതനുസരിച്ച് അമ്മച്ചി ഉണ്ടാക്കത്തുള്ളൂ. പക്ഷെ ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഞാൻ ചിലപ്പോൾ ഒരു ചട്ടിയെ വെച്ചാൽ പോലും എത്തുകയില്ല, അത്ര ടേസ്റ്റാണ്. ചട്ടിക്കകത്ത് ഇച്ചിരി ചോറിട്ടുണ്ടാലും ആ ടേസ്റ്റ് ഇന്നും നാവിന്ന് പോയിട്ടില്ല. ഞാൻ ഇത്രയും പഠിച്ചിട്ട് പോലും എനിക്ക് ആ ഒരു മീൻകറിയൊന്നും ഇതുവരെ ഉണ്ടാക്കാൻ അത്രയൊന്നും പറ്റിയിട്ടില്ല. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കടുക്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഉലുവ, കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളിയിടാം. ഇപ്പോൾ കടുക് പൊട്ടി. ഇനി എന്നാ ചെയ്യുന്നത്, ഞാൻ ഇച്ചിരി ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുക, അത് ഇതിനകത്ത്. ഈ ഉള്ളി ഒരുപാട് മൂക്കണ്ട, ഒന്ന് വാടിയാൽ മതിയെ. നമ്മൾ വഴറ്റിയെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ഒന്ന് വഴറ്റിയെടുത്തേച്ചാൽ മതി. ഇതൊരു ഇച്ചിരി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അതല്ല അരിയാൻ ഒക്കുമെങ്കിൽ അത് ഇട്ടേച്ചാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിപ്പോൾ നേരെ ഇല്ലാത്തതുകൊണ്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തേക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 5 അല്ലി, അപ്പോൾ അത് കണക്കാക്കി കുഞ്ഞാന്നേലും ഒരു 10-12 ഉള്ളി ചെറിയ വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുന്നതിനകത്ത് നല്ലത്. ഈ മീൻകറിയൊക്കെ വെക്കുവാന്നേൽ ഏറ്റവും നല്ലത് നമ്മുടെ ചട്ടിയിൽ വെക്കുന്ന ഏറ്റവും നല്ല സ്വാദ്
ഇനിയിപ്പം ഇത് എന്താ പറയുക, ഒരുപാട് അങ്ങോട്ട് നമുക്ക് ബ്രൗൺ കളറോടെ മൂക്കണ്ട, ഒന്ന് വഴന്ന് വരികയല്ലേ, അതായത് ഒന്ന് മൂത്ത് തുടങ്ങും എന്ന പച്ചച്ചൊവ മാറിയ ഒരു ഇത് അത്രയും മാത്രം ഇത് മൂത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി വാടത്തില്ല, എന്നാൽ ഒത്തിരി വാടുകയും വേണം. അതൊരു പരുവം തന്നെയാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല 2 പടി മുമ്പേ എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാൽ അത്രയും മൂത്തേച്ചാൽ മതി. എന്നാൽ അവിടെ ഇവിടെ മൂത്തോന്ന് ചോദിച്ചാൽ മൂത്തു, അങ്ങനെ ഒരു പരുവം ഉണ്ടല്ലോ. തീ കുറച്ച് വെച്ചേച്ച് ഇച്ചിരി മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒരു 4 ടീസ്പൂണോളം ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ഇട്ടോ. അന്നേച്ച് ഇതൊന്ന് ഇച്ചിരി മൂക്കണം. പിന്നെ പൊടി ഇടുമ്പത്തേന് ഒത്തിരി അങ്ങോട്ട് മൂത്താൽ, അതായത് നമ്മുടെ പൊടി മൂത്ത് പോയി കഴിഞ്ഞാൽ ആക്ച്വലി ആ മീൻകറി കഴിക്കും. അതുകൊണ്ട് ഒരുപാട് മൂപ്പിക്കണ്ട. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഒരു 2 കഷ്ണം കുടംപുളി ഇട്ടേച്ചാൽ മതി. ചിലപ്പോൾ ചില പുളിയൊക്കെ ഭയങ്കര പുളിയാന്നേ, എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ ഒക്കെയില്ല. അപ്പോൾ തിളച്ചിട്ട് പുളി അഥവാ കുറവാണെങ്കിൽ എന്തായാലും നമ്മുടെ പുളി വെള്ളത്തിലുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് 2 അല്ലെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചേച്ചാലും മതി. ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പുളിയുടെ ആ ഒരു കമർപ്പ് മുന്നിട്ട് നിൽക്കും. എന്നാൽ ഇതെല്ലാം ഒഴിച്ചേച്ച് നമ്മുടെ ആ ചേർത്തേക്കുന്ന പൊടി ഒരു മെറൂൺ കളർ ആവുകയും വേണം. പൊടി മൂക്കുകയും വേണം, എന്നാൽ ഒരുപാട് മൂത്ത് പോവാനും പാടില്ല. എന്നാൽ അതിന് ആ റെഡ് കളർ മാറുകയും വേണം. മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു മെറൂൺ കളർ വരികയും വേണം. ഇതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലേ. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളമെല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേ ഇപ്പം ഇതിനകത്ത് കാണാം, അതായത് നമ്മുടെ ഒഴിച്ചേക്കുന്ന എണ്ണ മുഴുവൻ തെളിഞ്ഞു വന്നേക്കുന്നത്, അതാണ് അതിൻ്റെ പരുവം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം. മീനിനകത്ത് നിന്ന് ഇച്ചിരി വെള്ളം വരും, പക്ഷെ അത്രയും വരികയില്ല, ചിക്കനോളം ഒന്നും വരികയില്ല. പക്ഷേ എന്നാലും മീനൊന്ന് തിളച്ചേച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി മീനിൽ നിന്ന് ഇച്ചിരി വെള്ളം വരും. അത് പോയിട്ട് നമുക്ക് എത്ര ഗ്രേവിയാണ് വേണ്ടതെന്ന് വെച്ചേച്ച് അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ഈ മീൻകറിക്കുള്ളൊരു കുഴപ്പം എന്നാണെന്നറിയാമോ, ഒരുപാട് വെള്ളം ഒഴിച്ചേച്ച് അവസാനം വെള്ളം പോലെ ചുവയ്ക്കും ഈ മീൻകറി. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത്. 2 കഷ്ണം മീൻ ഇട്ടേച്ച് ഇഷ്ടംപോലെ ചാറ് വേണമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ മുളക് പൊടി ചുവയ്ക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കല്ല. മീനിൻ്റെ അളവ് നോക്കിയേച്ച് നമുക്ക് എത്ര ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വേണം, ഒന്ന് ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ഇനി ഇതിനകത്ത് പുളി ധാരാളം ഉണ്ട്. ഇപ്പം എനിക്ക് ആസിറ്റീസ് പുളിയുണ്ട്. ഇതിനകത്ത് ഒരുപാട് പുളി അങ്ങോട്ട് മുന്നിട്ട് നിന്ന് അഥവാ ഇച്ചിരി ബാക്കി ഉണ്ടേ തന്നെ ഉണ്ടല്ലോ, ആ പുളി ഇരുന്നിരുന്ന് ഊറും. അപ്പോൾ എന്നാന്ന് പറയുമോ, പിറ്റേ ദിവസം തിളപ്പിക്കുമ്പോഴത്തേന് പുളിയുടെ ആ ഒരു ഇതില്ലേ അത് ഒത്തിരി മുന്നേ ആയിരിക്കും, മീൻ കറിയുടെ ടേസ്റ്റ് വരികയില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ മീൻ ഇനി ഇടാൻ പോവുക. ഈ മീനെ ഇട്ട് കഴിയുമ്പോൾ മീനിൻ്റെ ഈ സാധനം എല്ലാം പിടിക്കും, ഉപ്പും പുളി എരിവ് ഇതെല്ലാം പിടിക്കും. അപ്പത്തേന് ഇത് ഇച്ചിരി മുന്നിട്ട് നിൽക്കുക. ഇത് പിടിച്ച് കഴിയുമ്പം ഇത് ബാലൻസ്ഡ് ആവും. മറ്റേ നമ്മൾ ഒത്തിരി അങ്ങോട്ട് ചേർക്ക് വന്നേലേ ഇത് പിടിച്ചേച്ച് പിന്നെ ആ പുളിയെല്ലാം അല്ലേ മുന്നേ നിൽക്കും. ഇതിന് പകരം പിഴിപുളി ഒഴിക്കാവോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല, അതാണ് എനിക്കറിയുന്നത്. ഗ്രേവി തിളച്ചേച്ച് വേണം മീനിടാൻ. ഇത്രയും മീനിന് ആക്ച്വലി ഇത്രയും ഗ്രേവി മതി. ഇനിയിപ്പോൾ അഥവാ ഒരു ഇച്ചിരി കൂടി കൂട്ടാട്ടോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മീൻകറി നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അടച്ചു വെച്ച് ചെറിയ തീയേൽ വേണം ഈ മീൻ കംപ്ലീറ്റ് വേവാനും. ആ വറ്റുന്ന വെള്ളം മാത്രം മതി, എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ.
ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടൊരു വെള്ളത്തിൻ്റെ ചുവയും മുളക് പൊടിയുടെ ചുവയും നമ്മൾ ഗ്രേവി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതൊക്കെ. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് ഒരു ചേഞ്ച് കൂടെ വരുത്താം. ഇച്ചിരി കൂടി എരിവ് വേണമെന്നുണ്ടോ, നമ്മൾ ആ ഉള്ളിയൊക്കെ വഴറ്റുകയല്ലേ, ആ സമയത്ത് 2 പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ടാൽ നല്ല. പിന്നെ ഈ പുളി ഇഷ്ടമല്ലാത്തവരുണ്ടോ ചിലർ, അന്നേരം പിഴിപുളി ഒഴിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ടേസ്റ്റ് വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടൊമാറ്റോയും കൂടെ അരിഞ്ഞിട്ടേച്ച് നല്ല ഗ്രേവി ആക്കണം. അതായത് നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ കൊഴുത്ത് ഇതിനെ ഇങ്ങനെ വഴറ്റി എടുത്ത് ഗ്രേവി ആക്കത്തില്ലേ എന്ന് പറഞ്ഞ കൂട്ടാക്കിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം മീൻ ഇടാനായിട്ട്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ മീൻകറി തിളച്ചു. ഇനി അടച്ചു വെച്ചേച്ച് ഒരു 10 മിനിറ്റ്. മീനിന് അധികം വേവില്ലെന്നാണ് പറയുന്നത്, പക്ഷേ എന്നാലും വേവ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് ആ ഉപ്പും എരിവും പുളിയും എല്ലാം മീനെ പിടിക്കണ്ടേ, എന്നാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ എന്നാ അത് ഇച്ചിരി സമയം എടുക്കണം. ഒരു 10 മിനിറ്റ് എനിക്ക് പോരാ. നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാനിപ്പോൾ ബ്രേക്ക് ചോദിക്കുകയെന്ന്. ചോദിക്കുന്നത് എന്നാത്തിനാന്ന് ചോദിക്കുക, ഇതിൻ്റെ കൂടെ കൊടുക്കണ്ടേ വല്ലതും. കപ്പയും മീനും ഒക്കെ ആണെന്നേരം എന്നാ ടേസ്റ്റ് അല്ലേ, ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. ഞാൻ പറഞ്ഞ പോലെ കപ്പയും മീൻകറി ആക്കിയിട്ടുണ്ട്. ഇനി ഒരൊറ്റ താമസമേ ഉള്ളൂ, നമ്മുടെ ഗസ്റ്റ് വരാനുള്ള താമസമേ ഉള്ളൂ. അതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി താമസിച്ചാലുള്ള ഗുണം 2 ഗുണമുണ്ട്. നമ്മുടെ ആ സസ്പെൻസ് എന്നാന്നൊരു എന്താ പറയുക ഒരു ആകാംക്ഷ ഉണ്ടാവും. സെക്കൻഡ്, എൻ്റെ മീൻകറി ഇച്ചിരി കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ആ മീൻകറിയിൽ കുറച്ചുകൂടി ഉപ്പും പുളി എരിവും ഒക്കെ പിടിച്ചിട്ട് സ്വാദ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ആരാന്ന് വെച്ചാൽ, നമുക്ക് മലയാളികൾക്ക് എത്രയോ ഇഷ്ടമുള്ള ഒരമ്മയാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. എനിക്ക് ആ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്നാണ് ആ അമ്മ എല്ലാ മലയാളികളുടെയും മനസ്സിലേക്ക് ഓടിക്കയറിയെന്ന് പറഞ്ഞാൽ ചുമ്മാ കയറിയതല്ല ആ അമ്മ. അതെന്ന് വെച്ചാൽ ആ അമ്മയോടുള്ളൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ആ അമ്മയോട് വർത്താനം പറഞ്ഞാൽ ആ അമ്മ എല്ലാ മക്കൾക്കും അമ്മയായി മാറുന്ന ഒരു അമ്മയാണ്. അത്ര നിഷ്കളങ്കയായ ഒരു അമ്മയാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്നത്. അമ്മ ഒറ്റയ്ക്കല്ല വരുന്നത്, അമ്മയുടെ മോളും കൂടെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മ എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി സെൻറ്റിമെൻറ്റ്സും സിമ്പത്തിയൊക്കെ ഇച്ചിരി കൂടുതലാണ്, ഒരു ഇഷ്ടം കൂടുതലാണ്. അതുകൊണ്ട് അമ്മേനെ ഞാൻ ഒരുപാട് നേരം നിർത്തുകയല്ല, അമ്മേനെ ഞാൻ ആനീസ് കിച്ചണിലേക്ക് വിളിക്കുക. ലക്ഷ്മി അമ്മേ, ലക്ഷ്മി അമ്മേ, എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ആണോ? സുഖമായിട്ടിരിക്കുന്ന? സുഖമായിട്ടിരിക്കുന്ന. നമുക്ക് അവിടെ ഇരിക്കാം. ഓ, ലക്ഷ്മി അമ്മേ, എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ബിസി അല്ലേ ഇപ്പൊ? ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കാൻ സമയമില്ല ഇപ്പൊ. അയ്യോ, ആര് പറഞ്ഞു? എനിക്ക് ബിസിയേ ഇല്ല. 2 സീരിയലിലും എല്ലായിട്ട് അങ്ങ് അമ്മ ഓടി നടക്കുവാന്നാ ഞങ്ങള് കേട്ടേക്കുന്നത്. എന്റെ ദൈവമേ, എനിക്ക് സൗന്ദര്യം ഇല്ലാത്തോണ്ട് ഇപ്പൊ ഒരുപാട് സിനിമ കുറവാ. സൗന്ദര്യം വേണം സിനിമ. അമ്മയ്ക്ക് സൗന്ദര്യം വേണ്ട. ഓ, സൗന്ദര്യം വേണം. സൗന്ദര്യം ഉണ്ടെങ്കിലേ, ഇല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഏതെല്ലാം ഡയറക്ടർമാർ, ഷാജി കൈലാസ് സാറ്, അങ്ങനെയുള്ള വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ എന്നെ വിളിക്കൂലായിരുന്നോ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയാം. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര സൗന്ദര്യ. അമ്മയുടെ മനസ്സ് ഭയങ്കര നല്ല മനസ്സാ. പക്ഷെ ജനങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ജനങ്ങൾ പറയുന്നത് ചുമ്മാ അല്ലല്ലോ, നമ്മുടെ ജനങ്ങൾ ഉള്ള നേരാ പറയുന്നത്. അതുകൊണ്ട് ഈ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. അതറിയാവോ അമ്മയ്ക്ക്? വലിയ സന്തോഷമുണ്ട് അതിൽ, എനിക്ക് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് ഇതിൽ ഒരു കാര്യം അറിയാവോ, നമ്മളെ 2 പേരുടെയും ഗുരു ഒന്നാ. അറിയാവോ? സീരിയലിൽ കൊണ്ടുവന്ന ആരാ? സീരിയലിൽ കൊണ്ടുവന്ന ബാലേന്ദ്ര മേനോൻ സാറിന്റെ സിനിമയെ കൊണ്ടുവന്ന ബാലേന്ദ്ര മേനോൻ സാറാ. അപ്പൊ നമ്മൾ 2 പേരുടെയും ഗുരു ഒന്നല്ലേ? എല്ലാം മറന്നു പോവാ ലക്ഷ്മി അമ്മ. ശരിയാ. ബാലേന്ദ്ര മേനോൻ സാറിന്റെ ഒരു സീരിയല് കണ്ടത്, സൂര്യോദയം എന്ന് പറഞ്ഞ സീരിയല് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് സത്യാനന്ദിക്കാട് സാറ് സൂര്യോദയം 3 മണിക്ക് ഇട്ട് കണ്ടപ്പോൾ ഞാൻ പച്ചക്കറിയും കൊണ്ട് പോകുന്ന ഒരു ഭാഗമാണ് കണ്ടത്. ഇവർ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ എടുത്തത്. അതിന് വലിയ സന്തോഷമുണ്ട്. ചേച്ചി സീരിയൽസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറേ സീരിയൽ ചെയ്തതാണ്, കുറേ ചെയ്തു. ഇപ്പം നമ്മുടെ അമൃതയുടെ തന്നെ അയ്യപ്പ ശരണം അതിൽ ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് ഇതേപോലെ ആക്ട്രസ് ആവാൻ ഇഷ്ടമായിരുന്നു?
ആ കൊച്ചിലെ തൊട്ട് അത് തന്നെ. ഈ അമ്മ നാടകത്തിലൊക്കെ കുഞ്ഞുനാളിൽ പോയി. ഞാൻ മമ്മിയുടെ കൂടെ നാടകത്തിന് തന്നെയാണ് വന്നത്. മമ്മിയുടെ കൂടെ തന്നെ 10th കഴിഞ്ഞപ്പോ നാടകത്തിൽ അഭിനയിച്ച് അങ്ങനെ. അപ്പൊ അമ്മയോട് പറഞ്ഞോ അങ്ങനെ അമ്മ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാന്ന് പറഞ്ഞതാണോ അതോ അമ്മ അങ്ങോട്ട് ചോദിച്ചു? ഇഷ്ടത്തിൻ്റെതല്ലായിരുന്നു, ഇഷ്ടവുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഒറ്റയ്ക്കല്ലേ, അമ്മയ്ക്ക് ഒരു കൂട്ടായിക്കോട്ടെ. കൂട്ടായിട്ട് ഞങ്ങൾ 4 മക്കളാണ്. അപ്പൊ അതില് അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന്. ചേച്ചിയാണോ മൂത്തെ? ഇല്ല, ഞാൻ മൂന്നാമത്തെ. അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഇറങ്ങി. പിന്നെ ഇതങ്ങ് ജീവിത മാർഗമാക്കി. ഓക്കേ. അമ്മ തിരുത്താറുണ്ടോ മോളെ ഇന്ന പോലെ ചെയ്യ ഇതുപോലെ ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ട്? ഉണ്ടെന്നാലും ഉറപ്പായി ആ ലുക്കിലേ മനസ്സിലായി. ചില സമയങ്ങളിലൊക്കെ ഞാൻ പറയും ലക്ഷ്മി കുറച്ചും കൂടെ ഇവിടെ അങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ കാണിച്ചാൽ നന്നായിരിക്കുമെന്ന് പറയും. അപ്പം മമ്മി അത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് പറയും. എല്ലാവർക്കും എൻ്റെ അഭിനയം ഇഷ്ടം. മമ്മിക്ക് പിന്നെ ഒരു തിരുത്തലുണ്ട് എന്നങ്ങ് പറയാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങ് വിട്ടു നിർത്തി. അല്ല, അങ്ങനെ പറഞ്ഞാലും ഞാൻ പിന്നെ അത് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ശ്രമിക്കും. അതെല്ലാ അമ്മമാർക്കും ഉള്ള സുഖം. അതെ അതെ, പെട്ടെന്നൊരു പറച്ചിൽ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ എത്ര പെയിൻ എടുത്ത് ഒക്കെ അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറയും ചെയ്തൊന്നും ശരിയായില്ല, നീ ഇതുപോലെ അങ്ങോട്ട് ചെയ്യാൻ. അപ്പോഴും ഉള്ളതും കൂടെ ഇല്ലാതാവും. അപ്പൊ ഡിമ്മായി ചിന്ത വരും. ഡിസ്കറേജ്, നമ്മളൊരു എനർജി ലെവൽ അങ്ങ് ഡൗൺ ആയി പോയ പോലെ അല്ലെ. അതിൽ നിന്ന് പിന്നെ ഒന്ന് എണീച്ച് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മമ്മിയുടെ അടുത്ത് തർക്കിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടം തന്നെ, മമ്മി ചുമ്മാ. എന്നിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാനിങ്ങനെ ശരിയാ മമ്മി പറഞ്ഞത്, അപ്പൊ അതുപോലെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ചെയ്യും. ഒരു കാര്യമുണ്ട് ചേച്ചി, എന്നാന്നോ, ഏറ്റവും കൂടുതൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഏതൊരു മക്കൾക്കും ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റ് തിരുത്തുന്ന അമ്മ തന്നെയാണ്. ആ അമ്മയോളം സിൻസിയർ വേറെ ആർക്കും ഇവക്കെന്നല്ല. എൻ്റെ അഭിനയം എങ്ങനെയെന്നുള്ളത് ജനങ്ങൾ വേണമല്ലോ പറയാനുള്ളത്. അത് ഒരുവിധം കൊള്ളാം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഈ അഭിനയിക്കുമ്പോൾ സിനിമയായാലും സീരിയലായാലും സാധാരണക്കാരും അറിയാതെ അബദ്ധത്തിൽ പറയും മോളെ ഇങ്ങനെ വന്നേ, അങ്ങനെ മറ്റുള്ളവർക്കും കൂടെ ഒരു തെറ്റ് തിരുത്തൽ കൊടുക്കണമുണ്ട്. അയ്യോ, അവർക്ക് ദേഷ്യം വരുന്നു. ഇപ്പം അവർ വലിയ നടിയായതുകൊണ്ടാണ് ചില പിള്ളേരങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സ്വാമിശരണത്തിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു, എടി നീ ഇങ്ങനെ ഇത് കഥ കേട്ടുകൊണ്ടിരുന്നപ്പോ നിനക്ക് നീ ഒരു അത് കേൾക്കുമ്പോ ഇങ്ങനെ ആ ഒരു ഭക്തി വരുമ്പോഴ് അങ്ങനെ അങ്ങനെ ഇരിയടി, അല്ല നീ അങ്ങനെ ഇരിക്കരുത്. അവൾ ഉറക്കം വന്നു പോയോണ്ടാണെന്ന് പറഞ്ഞ് തിരുത്തി. കാണുന്നവര് വിചാരിക്കുന്നില്ലല്ലോ ഇത് രാത്രിയിലാണോ പകലാണോ ഷൂട്ട് ചെയ്യുന്നത്. ആർട്ടിസ്റ്റ് വൈസ് എക്സ്പ്രഷൻ വരണമല്ലോ, അതുകൊണ്ട് അമ്മ തിരുത്തുന്ന. ഞാൻ തിരുത്തി കൊടുക്കാത്ത ഈ ലോകത്തൊറ്റ വ്യക്തിയേ ഉള്ളൂ, എന്റെ മകൻ. എനിക്ക് തിരുത്തി കൊടുക്കേണ്ട കാര്യമല്ല, അവൻ എനിക്ക് തിരുത്തി തരും, ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. മമ്മിയുടെ കഴിവ് ഫുള്ള് കിട്ടിയിരിക്കുന്ന അവന് തന്നെയാണ്. ഞങ്ങൾക്കൊന്നും മമ്മിയുടെ ഒരു അടുത്ത് പോലും വന്നിട്ടില്ല കേട്ടോ, ഒന്നും വന്നിട്ടില്ല. ഒന്നുമല്ല മമ്മിയുടെ മുമ്പിൽ. പക്ഷെ അവൻ ഭയങ്കര കഴിവുള്ളത്. അതൊരു ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ. തീർച്ചയായിട്ടും. അല്ലാതെ നമുക്കിപ്പോ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരു ഇൻബോൺ ടാലന്റ് ആണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ടു മേക്ക് ഇറ്റ് മോർ പെർഫെക്റ്റ് ആണ് നമ്മൾ ഒരു എന്താ പറയാ കോളേജിലും അക്കാഡമിയിലും ഒക്കെ പോയി പഠിച്ച് അവിടുന്ന് വരുന്നത് അല്ലെ. ഞാൻ ഇന്ന പോലെ പഠിച്ചിട്ടുണ്ട്, അവിടുന്ന് ഞാൻ വരുന്നതെന്നൊക്കെ. എന്നാലും അതിലും കാണും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്. അങ്ങനെ പഠിച്ചു വന്നാൽ പോലും പക്ഷെ പഠിക്കണമെന്നൊന്നുമില്ല. അഭിനയത്തിന് അതൊരു അഭിനയം ഒരു അനുഗ്രഹമാണ്. അമ്മ നാടകം കളിക്കുന്ന സമയത്ത് 2-3 നാടകമൊക്കെ ഞങ്ങൾ ഒരു ദിവസം 3 സ്റ്റേജൊക്കെ കാണും. അപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റേജിന് സെക്കൻഡിന് വരുമ്പോഴത്തേക്ക് ഞാനൊക്കെ കരഞ്ഞ് പിന്നെ ആ ചിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ മമ്മി അങ്ങനെയല്ല. ഫസ്റ്റ് റിഹേഴ്സലിന് എങ്ങനെയായിരുന്നോ എന്നെക്കാളും ഡബിൾ പെർഫോമൻസ് ആയിരിക്കും. അത് ഒരു പൊട്ട് പോലും ഇവിടെ ഒരു കുത്തു പോകണമെങ്കിൽ അതുപോലും ഇട്ടിട്ടേ കയറുള്ളൂ. മേനക സുരേഷിന്റെ മകള് രേവതി. ഇപ്പം ഞങ്ങൾക്കൊരു ഡാഗിനി എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു ഇതായിരുന്നു. അവർ എൻ്റെ അടുത്തൊന്നും കൂടുതൽ സംസാരിച്ചില്ല. അപ്പം തീരുന്നവരെ ഞാൻ കാത്തിരുന്നു. കാരണം ഞാൻ രേവതി ഇങ്ങനെ വന്ന് ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് എന്താണ് എന്നോട് ഇത്ര സഹകരിക്കാതിരുന്നത്, ഞാൻ എന്ത് കുറ്റം ഞാൻ ചോദിച്ചു. സത്യം, എന്താ എന്നോട് ഇങ്ങനെ മിണ്ടായിരുന്നത്, എല്ലാവരും എന്നോട് സഹകരണം, രേവതിക്ക് എന്താ എന്നോട് എന്തോ ഒരു ഇതുപോലെ തോന്നി, ഞാൻ ആരും അല്ല കേട്ടോ, എന്താ വേണ്ട. അയ്യോ എൻ്റെ അമ്മച്ചി, ഞാൻ അതുകൊണ്ടല്ല, ഇതാണ് കണ്ടിന്യൂറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മച്ചി ഒരു കണ്ടിന്യൂറ്റി പോലും ഒരു ഇത്
മറ്റവർക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് കുറച്ചുകൂടെ എന്ന് പറയുമ്പോൾ അവർക്ക് ഉള്ളതും കൂടെ പോകും. പിന്നെ അമ്മച്ചിക്ക് അതില്ലല്ലോ, അതുകൊണ്ട് തിരുത്താനില്ല അമ്മയ്ക്ക്. എന്താണ് പറയുന്നത്? അതിന്റെ ഇടയിൽ അമ്മ തെറ്റിദ്ധരിച്ചു പോയി. ശരിക്കും അമ്മ ഈ കുഞ്ഞുനാള് മുതല് അമ്മയ്ക്ക് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന്. അമ്മ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഡാൻസിനൊക്കെ നല്ല മിടുക്കിയായിരുന്നു. നടനഭൂഷണമൊക്കെ കിട്ടിയതാണ് അമ്മ. ശരിക്കും അമ്മ ഈ ആക്ടിങ്ങില് അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ ഈ ഡാൻസ് തുടങ്ങിയത് അപ്പോൾ കുഞ്ഞു പ്രായമാ. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമൊന്നും പറഞ്ഞിറങ്ങി പോകാനൊക്കത്തില്ല. അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു അമ്മനെ ഇങ്ങനെ മിടുക്കിയാക്കി. എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ സങ്കടം വരും. അതുകൊണ്ട് ഞാൻ സങ്കടപ്പെടാതിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആർക്കും ഇഷ്ടമല്ല, ഒരു വല്ലാത്ത കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കാര്യം അമ്മയുടെ കാലത്തിലൊക്കെ എന്ന് പറയുമ്പോൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു അതൊരു ഒരു വല്ലാത്ത വലിയ. മമ്മി ഇപ്പോഴും അവാർഡുകൾ അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല ഇതൊക്കെ വരുമ്പോൾ എപ്പോഴും പറയും എൻ്റെ അമ്മ ഇല്ലല്ലോ. ഞാൻ മേലോട്ട് നോക്കിയിട്ട് അമ്മ കിട്ടി കേട്ടാ. വളരെ സന്തോഷമായി കാണും. എന്തായാലും മകൾ ഒരു ലൈം ലൈറ്റില് നിൽക്കുന്നത് കാണാൻ ഏതൊരു അമ്മയും ആഗ്രഹിച്ചു. അതേപോലെ അമ്മയ്ക്ക് അത് സാധിച്ചു കൊടുക്കാനും സാധിച്ചു അല്ലെ. അപ്പൊ എത്രയായാലും ഉള്ളുകൊണ്ട് എന്തൊരു സന്തോഷമായിരിക്കും. ആ അമ്മയുടെ സന്തോഷം നമ്മൾ എല്ലാരും കണ്ടു. ഇനി ഈ അമ്മയുടെ മോള് സ്ക്രീനിൽ കാണുമ്പോൾ അമ്മയുടെ സന്തോഷം പറയും. എനിക്ക് നല്ല സന്തോഷമാണ്. എൻ്റെ 4 മക്കളും ആർട്ടിസ്റ്റുകളായിരുന്നു. അതാണ് നാടകക്കാരായിരുന്നു. 4 പേരും നാടകക്കാരായിരുന്നു. മൂത്ത മോള് മരിച്ചുപോയി. അതും 2 വർഷം KPSC-യിലായിരുന്നു, കാളിദാസ കലാകേന്ദ്രത്തിലായിരുന്നു. അങ്ങനെ വേറെ 1-2. പിന്നെ കല്യാണം കഴിഞ്ഞതിന് നിശ്ചയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് പിന്നെ കുടുംബിനിയായിട്ട് അങ്ങ് ജീവിക്കായിരുന്നു. 2ാമത്തെ മോളും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു സമിതി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. അതിൽ ഞാനും മോനും കൂടെ നടത്തിയതാണ്. ഇവളും കൂടെ തന്നെ ചേർന്ന് നടത്തി. അതിൽ 1-2 വർഷം നിന്ന് പിന്നെ അത് പറഞ്ഞു എനിക്കിനി വയ്യ, കൊച്ചും വലുതായി, ഞാനങ്ങ് നിർത്താൻ പോവാം, ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കാം. അപ്പൊ അമ്മ ഹാപ്പിയാണ്. പിന്നെ മക്കളൊക്കെ ഇച്ചിരി കറുത്തു പോയാലേ ഉള്ളൂ പ്രയാസം. അല്ല, എന്നാലും കറുത്ത മക്കൾ 2 ആർട്ടിസ്റ്റുകളാണ്. എൻ്റെ മൂത്ത മോളും നല്ല അഭിനയിക്കുമായിരുന്നു, പക്ഷെ അത് മരിച്ചുപോയി. മോനും അതുപോലെ കറുത്തതാ, അവനും അഭിനയിക്കും, ഞാനും അഭിനയിക്കും. വെളുത്ത മക്കൾ 2 അഭിനയം പോരാ. കേക്കുന്നുണ്ടോ ചേച്ചി? ഞാൻ കേൾക്കുവാ. ചേച്ചിനെ ഇരുത്തിക്കൊണ്ട് അമ്മ അഭിനയം പൂർത്തിയായവരാരെങ്കിലും ഉണ്ടായി? എനിക്കും ഉണ്ട് പൂർത്തിയാകാൻ. ഫിനിഷിംഗ് ഉള്ള ഒരു അഭിനയം. മോഹൻലാൽ പോലും പറയും പൂർത്തിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഫിനിഷിംഗ് ആയില്ല മോളെ. ഇനിയും എനിക്കുമുണ്ട്, നിനക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നീ ഇവിടെ വരണമെന്നുള്ളത് എൻ്റെ അമ്മയുടെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം. പക്ഷെ ഒരു കാര്യം പറയട്ടെ ചേച്ചി, ഈ ഒരു തുറന്ന മനസ്സാണ് ഈ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് മുഴുവൻ ഈ അമ്മയെ ഭയങ്കര ഇഷ്ടം. അതായത് ഇപ്പൊ രേവതി, മേനക ചേച്ചിയുടെ മോള് രേവതി പോലും ഇപ്പം അമ്മയോട് മിണ്ടാതെ പോയപ്പോ അമ്മയ്ക്ക് അറിയില്ല, ഫസ്റ്റ് ടൈമാണ് അമ്മ രേവതിയെ കാണുന്നത്. അമ്മ വിളിച്ചു നിർത്തി എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് ചോദിച്ചിട്ട് പോണെങ്കിൽ അമ്മയുടെ മനസ്സ് അത്ര നിഷ്കളങ്കമാണ്. അമ്മയ്ക്ക് അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് അവർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പം സംവിധാനം ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ അവരെ വിഷമിപ്പിച്ചില്ല, തീർന്നേണ്ടെന്ന്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്, എന്താണ് എന്നോടൊരു വല്ലാതെ കാണിച്ചത്? മറ്റേ അവർക്കും ഒക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ എനിക്ക് സമയം ശരി അങ്ങനെയാണല്ലോ, എന്നാൽ കുഴപ്പമില്ല. സ്വഭാവം തന്നെയാണ് കേട്ടോ, വെളിയിൽ കാണിക്കുന്ന ഇതേ സ്വഭാവം തന്നെ വീട്ടിൽ കാണിക്കും. തെറ്റ് കണ്ട അമ്മ റിയാക്ട് ചെയ്യും. ഒരു തെറ്റ് കണ്ട അയ്യോ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടക്കേടാ അത്. ഞാൻ പറയും അമ്മ മുഖത്ത് നോക്കി പറയുകയല്ലേ. അല്ലേ, ഈ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, സാഹചര്യങ്ങൾ പല പല തെറ്റുകളും ഉണ്ടാക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ പല തെറ്റുകളുണ്ടാകുന്നു. അതൊക്കെ ഒരു വിധിയായിരിക്കും. മനഃപൂർവ്വം ആരും തെറ്റുകാരാകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും നല്ല പേരുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതൊക്കെ വിധി അതായിരിക്കും എന്ന് വെച്ചാൽ പറഞ്ഞു. മക്കളെ, ഒരു അനുഭവസ്ഥയാണ് ഞാൻ. എൻ്റെ കാര്യം പറഞ്ഞിട്ടേ പറയത്തുള്ളൂ. ഞാൻ ആ തെറ്റ് ചെയ്തത് എന്തിനാ? ഒരു കലാകാരിയാവാനാണ് തെറ്റ് ചെയ്തത്. എൻ്റെ ഇഷ്ടം പോലെ ഒരു വിവാഹം കഴിച്ച് അതിൻ്റെത് ഞാൻ എൻ്റെ അമ്മയെ വേദനിപ്പിച്ചതിന് അനുഭവിക്കുകയും ചെയ്ത്. പക്ഷേ ആ അനുഭവത്തിൽ അത് എനിക്ക് ഇപ്പം സന്തോഷമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങനെ വേണ്ടായിരുന്നു, പോകേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ പോയിട്ടല്ലേ ഈ ജനങ്ങളൊക്കെ എന്നെ അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ വല്ല കള്ളുകൂടി എൻ്റെ അടിയും കൊണ്ടുകൊണ്ട് കിടക്കണ്ടായിരുന്നു. എന്നെ വല്ല വാദ്യാരൊക്കെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാനായിരുന്നത്. അങ്ങനെയൊക്കെ ആവത്തെ എനിക്ക് വേണ്ട, വാദ്യാരും കള്ളു കുടിക്കും എനിക്കിഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി വന്ന് അത് ഇത് വരാനുള്ളൊരു യോഗം എൻ്റെ തലയിൽ കിടക്കുന്നു. കഷ്ടപ്പെട്ടെങ്കിൽ പോലും ഇതുപോലൊരു യോഗം ഞാൻ ഇവളോട് പറഞ്ഞു, മക്കളെ
നിനക്കും എന്നെപ്പോലൊരു അവസരം വരും. എൻ്റെ നാക്ക് പൊന്നാണ്. നീ എവിടെ കരയും ചിലപ്പോൾ മമ്മി എനിക്ക് ഇത്രയും വർക്ക് ഇരുന്ന് 4 വർക്ക് കഴിഞ്ഞ് എന്നെ ഞാൻ കുറേ വർക്ക് ഒരു 12, 13 ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരുന്നു. അപ്പം കുറച്ച് നാളായിട്ട് അത് ബ്രദറിന് സുഖമില്ലാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നീ സമാധാനപ്പെടും നിൻ്റെതെല്ലാം എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നീ തീർച്ചയായിട്ടും ഒരു 55 എൻ്റെ അനുഭവമാണ് നിനക്ക്. നീ വലിയവളാവും, അമ്മ വേഷം കിട്ടും, നിനക്ക് കിട്ടും, നീ സമാധാനപ്പെടുന്ന പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക ചെയ്യുന്നത്. അത് സത്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടിക്കേറിയത് എപ്പോഴെന്ന് പറയാം, ഹൗ ഓൾഡ് ആർ യു എന്ന ഫിലിമില്. ആ ഫിലിമിൽ കുറച്ച് സീൻസ് അമ്മ ചെയ്തിട്ടുള്ളെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ അമ്മേനെ അറിയാത്ത ഒരു വ്യക്തിയില്ല, അമ്മയെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയില്ല മലയാളികള്. അത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിൻ്റെ കൂടെയാണ് അമ്മ വർക്ക് ചെയ്ത്, ഒരു വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്ത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് മലയാളത്തിൽ നമ്മുടെ മലയാളികളെല്ലാം അമ്മയെ അംഗീകരിച്ചു. നെക്സ്റ്റ് തമിഴില് ജ്യോതികയുടെ കൂടെ വർക്ക് ചെയ്തു, സെയിം ക്യാരക്ടർ. അതെ. തമിഴ് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. തമിഴ് മലയാളത്തിൽ എഴുതി പഠിച്ചിട്ടാണ് ഞാൻ തലേ ദിവസം അടുത്ത് പറയൂ എന്നമ്മാ നീ ഇങ്ങ വന്നിരിക്കാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നമ്മാ നീ ഇങ്ങ വന്നിരിക്ക എന്ന് വെച്ചിട്ട് പോയിട്ട് ഒരു തീർന്ന ഉടനെ എന്നെ റൂമിൽ വയ്ക്കുമ്പോൾ ഒരു 11 വരെ അത് പഠിച്ച് പച്ചവെള്ളം പോലെ പഠിക്കും. മമ്മിക്ക് വേറൊരു കാര്യം എന്തറിയോ, തമിഴ് വിളിച്ചു. ഇപ്പം ഒരു ഡയറക്ടർ വിളിക്കുവാണ്, ഒരു തമിഴ് ഫിലിമിന് വേണ്ടിയിട്ടാണ്, ഇന്നതാണ്. പിന്നെ ഫോൺ കട്ട് ചെയ്ത് അപ്പോഴും തൊട്ട് തമിഴ് കിടന്നുറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ തമിഴായിരിക്കും. പിന്നെ ഉറക്കത്തിലൊക്കെ അമ്മ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതാരാ ചെയ്യുന്നത് ഇപ്പത്തെ കാലത്ത്? നമുക്ക് തമിഴിൽ നിന്ന് ഒരു ഓഫർ കിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ആലോചിക്കുന്ന ആ ഫെയിം, സെലിബ്രിറ്റി ആയി അത്രയും നമ്മൾ ആ ഒരു ഫാന്റസി വേൾഡ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. പക്ഷെ അമ്മ അങ്ങനെയല്ലല്ലോ. അമ്മ ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ദാറ്റ് ഇസ് എ ട്രൂ ആർട്ട്. തമിഴ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അതുപോലെ ഒരു ക്യാരക്ടറിനെ മലയാളത്തിലും വിളിച്ചാല് മമ്മി തന്നെ ഡയലോഗ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആയിരിക്കും. നല്ല കുശുമ്പ് പിടിച്ച ഒരു അമ്മായിയമ്മയാണെങ്കിൽ ഒരു മരുമോളോട് എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? തോറ്റ് ഞാൻ നിനക്ക് എന്തിനാ കുഴപ്പം? ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങ് തനിച്ച് പറയും. എല്ലാം ഞാൻ പഠിച്ചിട്ടേ പോകത്തുള്ളൂ. വെൽ പ്രിപ്പയർഡ് ആണ് അമ്മ. വെരി ഗുഡ് അമ്മ. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പത്തെ ആക്ട്രസ് ആയാലും ഈ പറഞ്ഞ ഞാൻ പോലും ഈ അമ്മയുടെ നിന്ന് കുറേ പഠിക്കാനുണ്ട് ശരിക്കും. അമ്മ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നാണ് ഈ മലയാളത്തിലേക്ക് മനുഷ്യന്റെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ആർട്ടിസ്റ്റ് എവിടെ ആയിരുന്നു ഇത്രയും കാലം. അതാണ് വിധി. എനിക്കിപ്പോഴാണ് ഇത് ആവശ്യം. എനിക്ക് ആകണമെന്ന സമയത്ത് എനിക്കായി എന്നാണ് ഞാൻ പറയുന്നത്. താമസിച്ചെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അന്നൊക്കെ നാടകം കളിച്ച് ജീവിക്കാനുള്ള നല്ല പിള്ളേർ കിടക്കുന്നത്, പിള്ളേരെ നോക്കണം എനിക്കന്ന്. ഞാൻ ഒരു സിനിമാക്കാരിയായിട്ട് പോയാൽ പിള്ളേർ വഴി പോവും. അപ്പോൾ അതൊക്കെ ദൈവം നേരിൽ എൻ്റെ മനസ്സ് കണ്ടിട്ടായിരിക്കും ചെയ്തതെന്നേ ഞാൻ പറയൂ. അന്ന് നാടകം കളിക്കാൻ എനിക്ക് നല്ല ചുറുചുറുക്കായിരുന്നു. ഞാൻ ഇവള് പറഞ്ഞ കണക്ക് 4 നാടകം വരെ കളിച്ചിട്ടുണ്ട്. ആദ്യം ഇത്ര സമിതികളിൽ ഒരു 10 മണിക്ക്, 2 മണിക്ക്, 6:30, 7 മണിക്ക്, പിന്നെ ലാസ്റ്റ് അത് കളിച്ചിട്ടുണ്ട്. 4ാമത്തെ നാടകം 1ാമത്തെ നാടകത്തിനേക്കാൾ നന്നായിരിക്കും. അതെന്താ അമ്മ ഇങ്ങനെ അമ്മ ഈ ചുറുചുറുക്ക് വരുന്നത്? അമ്മ ഈ അമ്മയുടെ നല്ല പ്രായത്തിൽ അമ്മ നാടകത്തിനെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ തീരെ കുഞ്ഞുങ്ങളാണ്. ശരിക്കും നിങ്ങൾക്ക് അമ്മയെ മിസ്സായിട്ടില്ലേ? അമ്മ ഇന്ന് പോകണ്ട അമ്മ എന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല. ഇവർക്ക് അറിഞ്ഞൂടാ. അതിന് വേറെ കാര്യം കൂടെ ഉണ്ട്. 2ാമത്തെ നാടകത്തിന്റെ 3ാമത്തെ നാടകത്തിന്റെ ആദ്യത്തെ മാത്രം ഞാൻ കഴിക്കും. ബാക്കിയൊക്കെ വാരിക്കെട്ടി പൊതിഞ്ഞുകൊണ്ട് കൊടുക്കും. ബ്രെഡും ഏത്തപ്പഴവും മുട്ട പുഴുങ്ങിയതും ഇഡലി. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ അമ്മ പോയിട്ട് തിരിച്ച് അമ്മയുടെ കയ്യിൽ എന്നാ പൊതിയുണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. വരുമ്പോഴത്തേക്ക് ഞാൻ എന്റെ മുഖത്തുണ്ട് നോക്കാം. ഞാൻ ചില ബാഗിൽ വെച്ചോണ്ട് വരുമ്പോ അതും കാണിക്കും കുട്ടികൾ. അങ്ങനത്തെ പിള്ളേരായിരുന്നു. അത് കിട്ടാനുള്ള മോഹം കൊണ്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നിറച്ച് ആഹാരം നിലനിൽക്കുന്നതിന് വല്ലവരും കൊടുക്കുന്നുണ്ട് കഴിക്കാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ ലക്ഷ്മിജി പറയാം, ഈ അമ്മയ്ക്ക് ജനിച്ച മോള് ഭാഗ്യമാണ്. ശരിക്കും ഇത്രയും ആശ്വസിപ്പിക്കുന്ന ഒരമ്മ എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ്. ബിക്കോസ് ഒരമ്മയും ഈ പറഞ്ഞ പോലെ മോളെ ആ ചാപ്റ്റർ അടയ്ക്ക്, അല്ലാതെ അതിനെപ്പറ്റി ആലോചിച്ച് നീ വിഷമിക്കാതെ നിനക്ക് ലൈഫ് മുന്നോട്ട് ഒരുപാട് കിടക്കുന്നു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമ്മയാണ് വേണ്ടത്. അതും ഈ അമ്മ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ജനറേഷനിലുള്ള ഒരു അമ്മയല്ല. അമ്മ പഴയ കാലത്തിൽ നിന്ന് വന്ന അനുഭവസ്ഥയാണ് അമ്മ, അല്ലേ? അതിൽ നിന്ന് അമ്മ പറഞ്ഞു തരുന്നതാണ്. സംതിങ് ഗ്രേറ്റ് ലക്ഷ്മിജി. യു ആർ ട്രൂലി ബ്ലെസ്ഡ് വിത്ത് ദാറ്റ്. അതല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ,
ഈ മാരി ടൂലൊക്കെ പോയിട്ട് ധനുഷിനോടെ ഒക്കെ കളിച്ചോ ഡാൻസ് വല്ലോ? ധനുഷൊക്കെ നല്ല സ്വഭാവമായിരുന്നു. ധനുഷൊക്കെ നല്ലത് തന്നെ. നമ്മൾ അവരെ കണ്ടാണ് എഴുന്നേക്കുന്നുണ്ട്. ഞാൻ ഇവിടെയൊക്കെ അങ്ങനെയാണ്. വലിയ ഒരു നാടിനെ കാണുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ചെന്ന് നമ്മൾ ഉക്കരുക്കരുക്കരുക്കരു വേണ്ടമ്മാ എന്നമ്മാ Respect ആ ഇങ്ങോട്ട് നമ്മളോട് തരും ഏറ്റവും നമുക്ക്. കൂടുതൽ, അല്ലേ? അന്നേരം അമ്മ എന്നാ എടുക്കും? അയ്യോ എന്നെ ഇങ്ങനെ ഇരുത്തിയോ എന്നൊക്കെ ചോദിച്ചൊരു ചമ്മലും ഒക്കെ ഇല്ലേ? ഭയങ്കര ചമ്മലായിരുന്നു എനിക്ക്. അയ്യോ എന്നോട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് എന്നാ തോന്നിയത് എനിക്ക്. അതിനകത്തും ഇതേപോലെ ഡയലോഗൊക്കെ നേരത്തെ പഠിച്ചു. അപ്പോഴും ഞാൻ സായി പല്ലവിയുടെയൊക്കെ എനിക്കറിയാവുന്ന നേരത്തെ എനിക്കറിയാവുന്നതാണ്. അപ്പോഴും സായി പല്ലവിക്കൊക്കെ എന്നെ നല്ല നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്നതൊക്കെ എനിക്ക് അഭിനയം വരുന്നത്. അത് മഞ്ജു വാര്യരിൽ നിന്ന് പഠിച്ചതാണ്, ജ്യോതികയിൽ നിന്ന് പഠിച്ചതാണ്. മറ്റുള്ളവരിൽ എല്ലാവരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വലിയ വലിയ ആർട്ടിസ്റ്റുകളോട് നമ്മളോട് പെരുമാറുന്നത് കണ്ടാലുണ്ടല്ലോ, ഷോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടും ശരിക്കും. അതാണ്. മറ്റേ നമ്മളോട് ഒരു ജാട കാണിച്ചേച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അയ്യോ ഇവരോട് എങ്ങനെ നമ്മൾ ഫ്രീ ആവും, ഇവരെങ്ങനെ നമ്മളോട് തിരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമ്മുടെ എക്സ്പ്രഷൻസ് വെളി വരത്തില്ല. മറ്റേ ഫ്രീ ആണെങ്കിൽ അവര് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യും ഒരുപാട്. അപ്പൊ നമുക്ക് ചെയ്യാനോ. മഞ്ജു വാര്യർ വന്ന് കണ്ടോണ്ടേ ഇങ്ങനെ കേട്ടു, ഞാൻ ലെഫ്റ്റ് കണ്ട് എൻ്റെ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ആൻറ്റി ഇത് എങ്ങനെ പറ്റിച്ചെടുത്തത്, ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇതന്നെ എല്ലാം മലയാളികളും ചോദിക്കുന്നത്, ഇത്ര നാൾ എവിടെയായിരുന്നു. ഞാൻ നിനക്ക് ഓരോ സമയമുണ്ട് മോള് 14 വർഷം അഭിനയിക്കായിരുന്നു എന്താ ഞാൻ ചോദിച്ചു. അപ്പം ആ 14 വർഷം അഭിനയിച്ചിരുന്നെങ്കിൽ മോൾ ആരായിരുന്നേനെ ഇപ്പോഴല്ലേ വന്നത്. അതിന് എല്ലാത്തിനും ഒരു അപ്പം മോൾക്ക് 14 വർഷം ദൈവം മാറ്റി വെച്ചതാണ്, ഇപ്പോഴല്ലേ വന്നത്. അത് മോളോട് തന്നെ അഭിനയിക്കാൻ കഴിഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷമാണ്. അത് ഒത്തിരി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യർ ഞാൻ പേടിച്ചിട്ടാണ് നിന്നത്. മഞ്ജു വാര്യരല്ലേ, അവരോട് ഞാൻ എങ്ങനെ അഭിനയിക്കുമെന്ന്. മമ്മി ആദ്യത്തെ സിനിമയുടെ രണ്ടാമത് വലിയ മഞ്ജു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ജു വാര്യരുടെ ഞാൻ പറഞ്ഞു ഇത്ര പടങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനതിൽ. അതുകൊണ്ട് അപ്പം ആ പെരുമാറ്റം വെറും അപ്പം എനിക്ക് സമാധാനമായി. അപ്പം എനിക്ക് ഫ്രീ ആയിട്ട് അഭിനയിക്കായിരുന്നു, ഒരു ടെൻഷനും ഇല്ല. ചേച്ചിക്ക് എങ്ങനെ അമ്മനെ പോലെ തന്നെയാണ് ഈ എക്സ്പീരിയൻസസ് വൈസ് അഭിനയിക്കുമ്പോഴും? അമ്മ ഇപ്പൊ പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ നമ്മളടുത്ത് നല്ലപോലെ പെരുമാറിയാൽ മാത്രമേ സഹകരിക്കും, നല്ലൊരു സന്തോഷമായിട്ട് നിന്നാലേ എനിക്കും അത് പറ്റുള്ളൂ. അല്ല ചേച്ചി ശരിക്കും ഇപ്പൊ അമ്മയുടെ പോലത്തെ ക്യാരക്ടറാണോ? അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇല്ല അതുപോലെയൊക്കെ തന്നെ അമ്മയെ പോലെ. അമ്മ ഇപ്പം എനിക്കിപ്പോ അമ്മയോട് വർത്താനം പറഞ്ഞിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന അമ്മ ഏറ്റവും ക്ഷമയുള്ളവളാണ് ഭൂമിയോട്. ഞാൻ ക്ഷമയുണ്ട്, എനിക്ക് ക്ഷമയില്ലേ മമ്മി? ക്ഷമ പോരാ മോളെ. ഞാൻ എന്ത് ക്ഷമിക്കുന്നതിന് ഒരു കാലതാമസം വരും. മക്കൾക്ക് ക്ഷമ അല്ല, നീ അങ്ങനെ കണ്ണുരുട്ടി കാണിക്കല്ലേ മക്കളെ, ഞാൻ സത്യം പറയും. അല്ലല്ല ക്ഷമ, നമ്മളൊരു കാര്യം പറയുമ്പോൾ ആദ്യം നമ്മൾ നിയന്ത്രിക്കണം. അല്ല മമ്മി അതല്ലേ, ഇല്ലെങ്കിൽ മോനെ അല്ല അല്ലടാ, അല്ലെങ്കിൽ അല്ലടി അങ്ങനെയല്ലേ ഇത് എന്ന് പറയല്ലോ. എന്തോന്ന് നീ പറയുന്നത്, ഞാൻ അങ്ങനെയാണോ? നമ്മളെ വീട്ടിലുള്ള അതെനിക്കറിയില്ല, പുറത്ത് ഞാൻ നിൻ്റെ അടുത്ത് കൂട്ടി സഹകരിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ്. പുറത്തുള്ളടത്തൊക്കെ തിരിച്ച് ഞാൻ എല്ലാവരും നല്ലപോലെ മമ്മി ലൊക്കേഷൻ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ പഴയ നേരത്തെ നിന്നവരൊക്കെ പറയത്തില്ലേ. പക്ഷെ അത് പോരല്ലോ, വീട്ടിലുള്ളവരോട് തന്നെ വേണ്ടേ. നമുക്കൊരു മാനസിക വിഷമമുള്ളൊരു കാര്യം ആളുകൾ സംസാരിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? ഒരു നിമിഷം നീ ചിന്തിക്കുന്നത് ഇല്ലടി ചേച്ചി ഞാൻ അങ്ങനെ അല്ലടി, അല്ലെങ്കിൽ ആരോടായാലും അല്ല ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് നീ സങ്കടപ്പെടും, നീ എന്നോട് സങ്കടപ്പെടും. ഇവള് സങ്കടമാണ് ദേഷ്യം കാണിക്കുന്നത്. ഇപ്പം മാറിയത്. അപ്പം ഞാൻ പ്രായത്തിൻ്റെതായിരിക്കാം, കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറും. അതാണ് ഞാൻ 50-54 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അമ്മ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ മനസ്സിലങ്ങ് ഇടിച്ചു കയറിയ സീരിയലാണ് അളിയൻ വേഴ്സസ് അളിയൻ. എനിക്ക് തോന്നുന്നു അമ്മ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത ഒരു സീരിയലാണ് അത്. അതിനകത്ത് പിറ്റേ ദിവസത്തേക്കുള്ള സീരിയൽ വർക്ക് പോലും അമ്മയ്ക്ക് മനപ്പാടായിരിക്കും, അത്ര ഇൻവോൾവ് ആയിരുന്നു അല്ലേ? അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് അതിനകത്ത് ഒന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്കത് പിന്നീട് രാജേഷ് തലച്ചറ ശരിയാ, പിന്നെ വന്നിട്ട് നമുക്ക് അത് ഈ ഡയലോഗ് കാണാതെ പഠിക്കുന്നതല്ലല്ലോ. കാണാതെ പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വന്നപ്പം ഇത് കൊണ്ടുവന്ന് ഈ സാധനം ഞാൻ ഇതെന്തോ ഇത് എവിടെ വയ്ക്കുക, എനിക്ക് ലേബൽ ഇതൊന്നും ഈ യന്ത്രം എന്നാ ഞാൻ പറഞ്ഞത്. ഈ യന്ത്രം വെച്ചിട്ടൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇതിൽ പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ വെച്ച് എനിക്ക് പേടിയാന്ന്, ഇങ്ങനത്തെ വെച്ച് ഞാൻ അഭിനയിച്ചിട്ടില്ല, എന്തിനാണ് ഇതെനിക്ക് വേണ്ട. ഇവർക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, ഞാൻ സമ്മതിച്ചില്ല. പിന്നെ ഇപ്പം എനിക്ക് എല്ലായിടത്തും ഞാൻ പറയും നിങ്ങൾ ഇത് വാങ്ങിക്കാം, നമുക്ക് ഒത്തിരി എളുപ്പമുണ്ടല്ലോ ഡബിങ്ങിന് പോകണ്ട, അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയും.
കാണാതെ പഠിക്കണം. ഇപ്പോഴും എനിക്ക് കാണാതെ പഠിച്ചിട്ട് ഇപ്പോഴും എനിക്കൊരു അസുഖമുണ്ട്. ഇന്നലെയും എന്നെ പറഞ്ഞു, ആരാ അവിടെ മുറുക്കുന്നത്? ഞാൻ വണ്ടിയിൽ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പറക്കി വേറെ വീട് മാറാൻ വരുന്നതായിട്ടാണ്. നമ്മൾ ഒരു മോനൊരു ഇത് കാണിച്ചിട്ട് എല്ലാം തകർന്ന് വന്ന് വണ്ടി അല്ല ഈ ആളുകളുണ്ടല്ലോ, ഈ മുദ്ര വയ്ക്കുന്ന ആളുകൾ വന്ന് വീട്ടിൽ മുദ്രയൊക്കെ വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ പറക്കി എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ അത് വിഷമിച്ചിരുന്ന് കരഞ്ഞു കൊണ്ടൊക്കെ വരുന്നതാണ്. അവിടെ ഒന്ന് വണ്ടി ഇരിക്കുന്നു. അപ്പം വണ്ടിയിൽ ഞാൻ ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഒരു മുസ്ലിം പെണ്ണിൻ്റെ വീട്ടിലോട്ടാണ്. ഞാൻ മുല കൊടുത്ത് വളർത്തിയ ഒരു മോനാണ്. എൻ്റെ മോന് കൊടുത്തതുപോലെ ഒരു മകൻ്റെ ഉമ്മ മരിക്കുമ്പോൾ അവനെ ഞാനാണ് വളർത്തിയത്. ഒരേ പ്രായക്കാർ അവൻ വീട്ടിലോട്ട്. അപ്പോൾ അവനെ ഇഷ്ടം, ഭാര്യ സമ്മതിക്കത്തില്ല, വീണ്ടും ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല. ഓ ചാട്ടം ചാട്ടം ചാട്ടം. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു പറയാൻ വണ്ടി ഇരിക്കുന്നു. അപ്പോഴും ഞാൻ അതല്ല ശ്രദ്ധിച്ചത്. ഡയലോഗ്, വേണ്ട മോനെ, വേണ്ട മക്കളെ, ഞങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിനൊരു സ്വൈരക്കേടുണ്ടാവരുത്, ഞങ്ങൾ പോയിക്കോളാം, വണ്ടി തിരിച്ചു വിടാൻ പറ മോനെ എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെ അപ്പോഴും ഞാനുണ്ടല്ലോ വണ്ടിയിൽ, മറ്റേ മരുമോളും മക്കളൊക്കെ ഇറങ്ങി, ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയെന്ന്. വേണ്ട വേണ്ട പരിയക്കുട്ടി, ഞങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിലൊരു കുടുംബപ്പോരുണ്ടാകരുത്, ഞങ്ങൾ പോയിക്കോളാം മോനെ, വണ്ടി വിരിച്ചിടാൻ പറ എന്നൊക്കെ ഇങ്ങനെ പറ. അത് ഞാൻ ആരാ അവിടെ മുറുമുറുക്കുന്നത്? അന്ന് തൊട്ട് ഇതങ്ങ് മറക്കും ഞാൻ. അപ്പോൾ ഇതും മറക്കും. അതാ ഞാൻ. അപ്പോൾ അവർ പണ്ടത്തെ സൂക്കേട് തുടങ്ങി. പിന്നെ ഫോണിൻ്റെ കാര്യം എനിക്കൊരു കുഴപ്പം. എനിക്ക് ഫോണുണ്ട്, മറ്റേ ഇപ്പോഴത്തെ ഫോണല്ലല്ലോ, പണ്ടത്തെ ഫോണാണ്. അതെനിക്ക് സൈലൻറ്റിൽ ഇടാനും അറിഞ്ഞൂടാ, സ്വിച്ച് ഓഫ് ആക്കാൻ അറിയാം. സൈലൻറ്റിൽ ഇടാൻ എപ്പോഴും ബെല്ലടിച്ചോണ്ട്. ഇത് എന്നെ ചേച്ചി, ഇതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അതൊക്കെ മമ്മി അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ കാര്യം. ആരാ അവിടെ ഫോണ്? ആരുടെ ഫോൺ? ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ തന്നെ, ഞാൻ ഇപ്പൊ ഓഫാക്കാം. അതൊക്കെ സമ്മതിക്കുവേ, സ്വന്തം തെറ്റ് സമ്മതിക്കുന്ന ഒരു വ്യക്തിയും ഇത് ആദ്യമായിട്ടാ. ദൈവമേ, എന്റേതാണ്. ആ തന്നെ 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 എന്റേത് തന്നെ എന്നങ്ങ് പറഞ്ഞു ഞാൻ നേരത്തെ. ചേച്ചി കൂടുതലും സീരിയലാണ്. സീരിയലാണ് ചേച്ചി ഇപ്പം ഇടയ്ക്ക് നാടകം തുടങ്ങി എന്ന് പറഞ്ഞു സ്വന്തമായിട്ട്. പക്ഷെ അതെന്നാ പറ്റി പിന്നെ നിന്നുപോയേ? സീരിയലുകാരായിരുന്നു ഈ വന്നത്. അവർക്ക് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ? നാടകത്തിൽ നിന്ന് വന്ന സീരിയൽ ആർട്ടിസ്റ്റുകളായിരുന്നു. തിയേറ്റർ വർക്ക്സ് ഒക്കെ നമുക്ക് നമ്മളിൽ നിന്ന് പോകുന്ന ഒരു സമയമല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പൊ സ്വന്തമായിട്ട് ഇതേപോലെ ഒരു വലിയൊരു ആക്ട്രസ് കൂടെ ഉള്ളപ്പോ ആ ഒരു കണ്ടിന്യൂ ചെയ്ത് പോവാൻ പാടില്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് മമ്മിക്ക് കൂടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. മമ്മിക്ക് സിനിമയും സീരിയലും ഉണ്ടായിരുന്നു. പിന്നെ ബ്രദർ നാടകത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവനും പറ്റത്തില്ലായിരുന്നു. അവന് സുഖമില്ലാതിരിക്കുമല്ലായിരുന്നു, കിഡ്നി പ്രോബ്ലം ആയിരുന്നു. ഇപ്പം മാറ്റിയതല്ലേ ഉള്ളൂ. അപ്പോൾ അവനും ഈ ഫുൾ ടൈം നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കണം. പിന്നെ വരുന്നില്ല, പെണ്ണ് ഒരാൾ നടത്തുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും, പിന്നെ അമ്മയില്ല എപ്പോഴും, പിന്നെ ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യണം, വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ വേണ്ട, ഒറ്റയ്ക്ക് വെച്ചിട്ട് എല്ലാം കൂടെ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്റ്റേജെങ്കിലും കളിക്കണം എന്നുള്ളത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ചെയ്തു, 14 സ്റ്റേജ് കളിച്ചു. ഓക്കെ ഓക്കെ. ഇപ്പം മോൻ കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കുവാണ്. ബെറ്റർ ആയില്ലേ? ബെറ്റർ ആയി. അമൃതയുടെ ഷൂട്ടിന് വന്നു. പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് മാത്രം മതി. ആ സമയത്ത് മൊത്തം ഡിപ്രസ്ഡ് ആയിരിക്കും അമ്മ, കാര്യം അത്ര സെൻസിറ്റീവ് ആണ് ഈ അമ്മ. ഇല്ല, ഈ അമ്മയുടെ ഒരു പ്രാർത്ഥന കേൾക്കാത്ത ഒരു ദൈവവും ഉണ്ടാവില്ല. ഇവനെ ശുശ്രൂഷിക്കാനുള്ളതെല്ലാം സിനിമയും സീരിയലും കൊണ്ട് ഡയാലിസും വീട്ടുകാര്യങ്ങളും എല്ലാം ഞങ്ങളായിരുന്നല്ലോ, എല്ലാം നടത്തി. പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു ഇത് വന്ന്, കുറച്ച് പണം കരുതി വെക്കണം, ഇനി മാറ്റി വെച്ചാലേ പ്രശ്നമുള്ളെന്ന് പറഞ്ഞു. ഷോ വരുന്നത് ചിലവാക്കുന്നത് വരുന്നില്ല, കരുതി വെക്കാൻ പറ്റില്ലല്ലോ, ഞാൻ എങ്ങനെ കരുതി? അപ്പോഴും ദശനിഖാൻ എന്ന് പറഞ്ഞ നടിയാണ്. ദശനിഖാൻ എന്താ വല്ലത്തെ വിഷമം കാര്യമെല്ലാം പറഞ്ഞ് വിഷമിക്കേണ്ട, ഇന്നാരുണ്ട്, മിഥുൻ മിത്ര, നമുക്ക് ഫേസ്ബുക്കിൽ ഇടിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഫേസ്ബുക്കിൽ ഇടിച്ച് ഇട്ട്. ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തില്ലായിരുന്നു, എൻ്റെ നമ്പർ കൊടുത്തായിരുന്നു ഇത്. അപ്പോൾ അവർ ജനങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മേ ഇത് ഞങ്ങൾക്ക് വല്ലതും തരണമെങ്കിൽ എങ്ങനെ അയക്കും അക്കൗണ്ട് നമ്പർ? ഞാൻ പറയാം തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പയ്യനെ വിളിച്ചു. അപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് അവൻ ഇടിപ്പിച്ച്. 4-ൻ്റെ അന്ന് തൊട്ട് എനിക്ക് പൈസകൾ വന്നു തുടങ്ങി. ഇപ്പോഴും അതിൻ്റെ ഇച്ചിരി കിടപ്പുണ്ടെന്ന് തന്നെ പറയാം. പണം എനിക്ക് കിട്ടി അത്ര. ഞാൻ ഇതൊക്കെ വിൽക്കണം, ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി, ഇതൊക്കെ വിൽക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാണ്. അനുഗ്രഹിച്ചു, ഒന്നും വിൽക്കേണ്ടി വന്നില്ല. നമ്മുടെ നാട്ടുകാർക്ക് അമ്മയോടുള്ള സ്നേഹം, നമ്മുടെ നാട്ടുകാരും ഗൾഫുകാരും അവരും ഇവരും, അതല്ല ഈ നാട്ടിൽ നിന്ന് പോയവർ തന്നെയാണ് മലയാളികൾ. അവരുടെ പ്രാർത്ഥനയും ഭയങ്കരമായിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഒരു കാര്യം അമ്മ ആലോചിച്ച് നോക്കൂ, ആ ഒരു ഇച്ചിരി നേരം കൊണ്ട് ഈ അമ്മ, ഞാൻ നേരത്തെ പറഞ്ഞ എന്നാ തെറ്റ്,
ഈ അമ്മ എത്ര വേഗം മലയാളികളുടെ മനസ്സിലേക്ക് ഓടിക്കേറിയത് അല്ലേ? ഈ അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്. ഇപ്പോഴും അവരെന്നെ വിളിക്കും. ആയുസ്സും ആരോഗ്യവും അമ്മയ്ക്ക് ഒരുപാട് ഈശ്വരൻ കൊടുക്കട്ടെ. കാര്യം ഞങ്ങളുടെയൊക്കെ മലയാളികളുടെ അമ്മയായിട്ട് എപ്പോഴും ഇരിക്കാനുള്ളതല്ലേ ഇല്ലേ? അതെ. അത് നാണം. ആലോചിച്ച് നോക്ക്. ഈ അമ്മയ്ക്ക് നാണം. അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം തരട്ടെ അമ്മ. അമ്മേ എന്തോ എങ്ങനെയുണ്ട്? നല്ല കറി. ഇങ്ങനെ കറി വെച്ച് തന്നാൽ ഞാൻ വീട്ടിൽ നല്ല സന്തോഷമുള്ളവളായിരിക്കും. ഇതെങ്ങനെയാണ് ഇത് മുളകും ഞാൻ പറഞ്ഞടി ചേരുവയൊക്കെ ചോദിച്ച് പറഞ്ഞു എനിക്ക് സ്നേഹം പിടിച്ചു. ഇത്രയും വർഷം വളർന്നിട്ട് ആ സ്നേഹം കിട്ടിയില്ല. ഇനിയിപ്പോ ഈ മീൻകറി ചെയ്ത് കൊടുത്തേച്ച. അല്ല ഞാൻ പറഞ്ഞ ഇനി ഇതുപോലെ ആനി ചെയ്യുന്ന ചേരുവകൾ എന്താണെന്ന് ആദ്യം മീൻകറിക്ക് നീ പഠിക്കാൻ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ. ഇനി എന്താണെന്നറിയാമോ, ഇതുപോലെ എന്തെങ്കിലും ഒരു കൊച്ചിലെ ഞാൻ ഈ ഡാൻസ് നാട്ടിന് കൊടുത്ത എനിക്ക് ഒറ്റ കറി വെക്കാൻ അറിഞ്ഞൂടാ. രണ്ടാമത്തെ നമുക്ക് എല്ലാം അറിയാം. ചേച്ചി ആ ചേച്ചി എല്ലാം ചെയ്യും. ഇതുപോലെ കറി വെക്കും. അപ്പൊ അവിടെ ഉണ്ടാക്കുമ്പോ അമ്മയ്ക്ക് കൊടുത്തു വിടും. ഇവരൊക്കെ പോയാൽ എല്ലാം ഈ പോത്തൊക്കെ വാങ്ങിച്ചിട്ട് എന്തോ ഒലത്തുന്നൊക്കെ എല്ലാം ഉണ്ടാക്കി നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാലം ചോറും കൊണ്ടിരുന്നാ മതി. പന്നി ഇറച്ചി ഒക്കെ ഉണ്ടാക്കും. ചേച്ചിയാണ് പാചക ശിരോമണി എന്ന് പറയുന്നത്, പാചക വിദഗ്ധ. ചേച്ചി നല്ല. ആ ചേച്ചിയുടെ ഒന്ന് ഡയറക്റ്റായിട്ട് ഒന്ന് കാണണം. കാര്യം ഈ പാചകം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ കൂടുതൽ സംസാരിക്കാൻ കാണത്തുള്ളൂ. അപ്പൊ ചേച്ചി മീനച്ചാറ് ഞാൻ കറി വയ്ക്കുന്ന കൊള്ളത്തില്ല. ചിലതൊക്കെ ശരി, അതൊക്കെ കൊള്ളാം. അവിടെ എക്സ്പ്രഷൻ നോക്കൂ, അവിടെ എക്സ്പ്രഷൻ നോക്കൂ. അതാണ് ഞാൻ നോക്കുന്നത്. ചിലതൊക്കെ ശരി, ചിലപ്പോഴൊക്കെ കൊള്ളാം. എന്നാലും ഈ സ്വാദുണ്ട്. നീ സത്യം പറയുന്നത് ഈ സ്വാദ് പിന്നെ അത് വരത്തില്ല. സത്യം ചേച്ചി ഇപ്പൊ ഇത്രയും നേരം ഇരുന്ന അമ്മയോട് കെഞ്ചി ചോദിച്ച് അടി വാങ്ങിച്ചോണ്ട് പോവാണ്. ഈ സ്വാദ് വരത്തില്ല. ഞാൻ കൂട്ടി നോക്കിയപ്പോൾ അരിപ്പ് പിടിച്ചിട്ടുണ്ട്, എരി അധികമില്ല, എന്നാൽ സ്വാദുണ്ട്. ഇതാണ് ഇതിന്റെ വേണ്ടുന്നത്. അമ്മയ്ക്ക് ചുരുക്കം പറഞ്ഞാൽ ഉപ്പും എരിവും പുളിയും ഒക്കെ അതിന്റെ വിധത്തിലൊക്കെ വേണം. ഇല്ലാതെ അരപ്പിലൊന്നും പിടിക്കാതെ മീനിലൊന്നും പിടിക്കാതെ ഇരുന്ന അമ്മയ്ക്ക് പിടിക്കുകയല്ല. ഇത് തന്നെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞ ഈ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇറച്ചി മീനും ഒക്കെ ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒക്കെ വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ അവനവൻ്റെ ഇഷ്ടം, എരിവ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ. അമ്മ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അമ്മ നാടകത്തിൽ തുടങ്ങി ഇതുവരെ ഈ നിമിഷം വരെ അമ്മ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു. അമ്മയുടെ ഉള്ളിലൊരു മോഹം ഉണ്ടാവില്ലേ ഒരു ക്യാരക്ടർ ചെയ്യാൻ? എൻ്റെ സ്വഭാവം ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എനിക്കൊരു ഭയങ്കര വില്ലത്തി ആവണമെന്നാണ്. വെറുതെ വേസ്റ്റ്. അത് വെറും വേസ്റ്റ് ആയിരിക്കും. സ്വഭാവം മനസ്സിലാക്കാൻ മമ്മി ചെയ്യുന്നത് ഇഷ്ടം. ഇനി എനിക്ക് മമ്മിക്ക് ചെയ്യാൻ എൻ്റെ മനസ്സിലുള്ളത് നല്ലൊരു കോമഡി ചെയ്യണം. മമ്മി നല്ലൊരു കോമഡി ആർട്ടിസ്റ്റാണ്. നല്ല നാടകത്തിലൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തതാണ്. ഇപ്പൊ മമ്മിയിലെ കരച്ചിൽ എന്നുള്ള വരട്ടെ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരട്ടെ. കോമഡി ആയാലും എനിക്കിഷ്ടം തന്നെ. എനിക്ക് ആരോടൊക്കെ ദേഷ്യം കൊണ്ട് അമ്മയ്ക്ക് ഒരിക്കലും അമ്മ അത് വെറുതെ പറയാണ്, വെറുതെ വേസ്റ്റ് ആയിട്ട് അമ്മ പറയാം. അമ്മയ്ക്ക് ദേഷ്യം ആരോടെങ്കിലും, അമ്മയ്ക്ക് വില്ലത്തി ആവണം, അമ്മയുടെ സ്വഭാവം കാണിക്കണം. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതൊക്കെ ഞാൻ സമ്മതിക്കും. കാര്യം ഒരു വില്ലത്തി ആയെങ്കിൽ അമ്മ പറഞ്ഞ അമ്മയുടെ സ്വഭാവം കാണിക്കാന്നാണ്. പക്ഷെ വില്ലത്തി എന്ന രീതിയിൽ അമ്മ ആർട്ടിസ്റ്റ് ആയിട്ട് അമ്മ 10% ആയാൽ അമ്മ ഇനി മലയാളികൾ അംഗീകരിക്കാനില്ല. അമ്മ ട്രൂ ആർട്ടിസ്റ്റ്. അതിനകത്ത് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എൻ്റെ സ്വഭാവം കാണിക്കാനല്ല, ഇങ്ങനെ എനിക്ക് പറ്റും അറിയാം. ഉള്ളിലൊന്നുമില്ല. ഇപ്പൊ എന്തായാലും ആരോടായാലും ശരി തന്നെ ദേഷ്യം ഉണ്ടെങ്കിൽ അപ്പോഴേ പറഞ്ഞ വെളിയിലായാലും ഇനി പുറത്തുള്ളവരടുത്തായാലും ആരെടുത്തായാലും അപ്പോഴും തന്നെ പറയും, തീരുകയും ചെയ്യും, മനസ്സിൽ വെച്ചേക്കത്തൂല. പിന്നെ അവരടുത്ത് ഒന്ന് മിണ്ടുകയും ചെയ്യും. നല്ല അമ്മയുടെ ആയുസ്സും ആരോഗ്യവും ഈശ്വരന് ഒരുപാട് അമ്മയ്ക്ക് തരട്ടെ. ഓക്കെ, ശരി. എന്തായാലും അമ്മ ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇത്രയും നേരം സംസാരിച്ചു. ഇനിയും എൻ്റെ പ്രേക്ഷകർ വിളിക്കും. അപ്പൊ അമ്മ ഓടി വരണം. വരൂ. എനിക്ക് ഇവിടെ വരുന്നത് ഇതിന്റെ രുചി നോക്കാനും പിന്നെ എനിക്ക് ആനിയെ ഒന്നും കൂടെ ഇങ്ങനെ ഇതിങ്ങനെ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു നമുക്ക് പോവാം, കൂടെ പോവാം. എന്റെ കൂടെ വരുന്നോ അമ്മ? നമുക്ക് ഇവരെയൊക്കെ വല്ലപ്പോഴും കാണാൻ പോവാവേ. അമ്മയെ ഞാനങ്ങ് ദത്തെടുക്കാം, അതല്ലേ നല്ല. ചേച്ചിയൊക്കെ കുറച്ച് ദിവസത്തേക്ക് വേണ്ട. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 7 മണി 8 മണിയൊക്കെ ആവും. അപ്പോൾ രാവിലെ മമ്മിക്ക് 6:30 7 മണിക്ക് വണ്ടി വരും. പക്ഷെ സത്യം ഞാനത് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാം, എല്ലാ മക്കളും കേൾക്കാൻ വേണ്ടി പറയാം.
മമ്മി രാവിലെ എനിക്ക് 5 എനിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും രാവിലെ ഞാൻ എന്നാൽ എപ്പോഴും പറയും മമ്മി റെഡി ആക്കണ്ട, ഞാൻ എഴുന്നേറ്റ് ഉണ്ടാക്കി കഴിച്ചോളാം. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മമ്മി. അതാണ് അമ്മ ചേച്ചി, സത്യം. അതാണ് അമ്മ. ഞാനത് ചേച്ചിയോട് നേരത്തെ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾ 4 പേരും ഇറ്റ്സ് ട്രൂലി ബ്ലെസ്ഡ്. അത് പറയുമ്പോൾ തന്നെ കണ്ണുന്നത്. പക്ഷെ ഞാൻ ട്രൂലി ബ്ലെസ്ഡ്. ഞാൻ പക്ഷെ മമ്മിയുടെ അടുത്ത് പറയാറൊന്നുമില്ല. പക്ഷെ ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, അത് നിങ്ങൾ 4 പേരും ട്രൂലി ബ്ലെസ്ഡ് ആണ്. ടച്ച് വുഡ്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ അമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും, നിങ്ങൾ പോയിട്ട് ഈ എന്താ പറയുക, മലയാളി മനസ്സുള്ള എല്ലാവർക്കും, മലയാളികൾ എല്ലാവരും അമ്മയുടെ മക്കളാണ്. ആ മക്കളെല്ലാം അമ്മയ്ക്ക് വേണ്ടി ആയുസ്സും ആരോഗ്യവും നേരും ഈശ്വരനോട്. ഇനി വരണേ, വരാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേച്ചി. അമ്മയുടെ വിശേഷങ്ങൾ കേട്ടാലും കേട്ടാലും നമുക്ക് തീരില്ല. പക്ഷെ അമ്മയോടുള്ള സ്നേഹം നമുക്ക് എല്ലാവർക്കും ഉള്ള കാലം മുഴുവൻ ഉണ്ടാവും. അതിനൊരു തരി പോലും കുറയോ എന്താ പറയുക, അതിന് ഇല്ലാതാവുകയോ ചെയ്യില്ല. അതിനനുസരിച്ച് ഡബിളായിട്ട് അത് അമ്മയോടുള്ള സ്നേഹം കൂടുകയുള്ളൂ. അത് കൂടിക്കൊണ്ടിരിക്കട്ടെ. അമ്മ ഇനിയും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇതേപോലെ സ്പെഷ്യലായിട്ട് ഇനിയും എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ തരട്ടെ. എല്ലാം എന്താ പറയുക, പോസിറ്റീവ് ആവുന്നത് ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനിയൊരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.